ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ മുസ്ലിമീങ്ങൾ നമസ്കരിച്ചാൽ, മുസ്ലിം മാനേജ്മെന്റ് കോളേജുകളിൽ, സ്കൂളുകളിൽ ഇതര മതവിഭാഗങ്ങൾ പ്രാർത്ഥന നടത്തിയാൽ എന്താണ് കുഴപ്പം? എന്താണ് അതിൽ സംഭവിക്കാൻ പോകുന്ന പ്രശ്നം? ഇതിൽ ഇത്രമാത്രം കലാപമുണ്ടാക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, ചർച്ചകൾ സൃഷ്ടിക്കാൻ എന്തിരിക്കുന്നു? ഇവിടെ ചില ആളുകൾ പറയുന്നു, ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയാണെങ്കിൽ ഓരോ കോളേജിലും ക്രിസ്ത്യാനികൾക്ക് അവരുടെ പള്ളി, ഹിന്ദുക്കൾക്ക് അവരുടെ പള്ളി, മുസ്ലിമീങ്ങൾക്ക് അവരുടെ പള്ളി. ആരാ പറയുന്നത്? വിദ്യാഭ്യാസമുള്ള ആളുകൾ. എങ്കിൽ അങ്ങനെ പള്ളികൾ ഉണ്ടായിട്ടുണ്ടെന്നാ പറയുന്നത്. ഇവിടെ മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ എന്തിനാണ് കൂട്ടരെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ മുസ്ലിമീങ്ങൾ നമസ്കരിച്ചാൽ കുഴപ്പമാണെന്ന് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കേൾക്കണം, 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയിൽ നജറാനിലെ ക്രിസ്ത്യാനികൾ വന്ന് നമസ്കരിച്ചത് അവരുടെ ദിശയിലേക്ക്, അവരുടെ മതം അനുശാസിക്കുന്നതനുസരിച്ച് എങ്കിൽ പ്രബുദ്ധ മലയാളികൾക്ക് എന്താണ് ആരാധനാരംഗത്ത് ഈ സഹിഷ്ണുത മനസ്സിലാകാതെ പോയത്? ഇതിനെ എന്തിനാണ് ഇസ്ലാമിക വൽക്കരണമാണെന്നും ഇസ്ലാമിക രാഷ്ട്ര രൂപീകരണമാണെന്നും വ്യാഖ്യാനിച്ചൊപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് എന്ന് നമ്മൾ കാണണം. بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون. صدق الله العلي العظيم. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, ജഗന്നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ നിന്ന് സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു അവന്റെ വിശാലമായ കരുണ കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിനെ അനുസരിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ അവലംബിച്ച് സത്യസന്ധരായി ജീവിക്കുന്ന അള്ളാഹുവിന്റെ മുഖ്ലിസീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, വിപത്തുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. വയനാട്ടിൽ ഇന്ന് നമുക്ക് ഒരു ദുരന്ത ഭൂമിയാണ്. എത്രയോ മനുഷ്യർ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നശിച്ച് ജീവിതം തന്നെ അവസാനിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഇന്നലെ അങ്ങനെ ഒരു പ്രദേശം അവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിനെ പ്രത്യേകമായി സംരക്ഷിക്കുമാറാകട്ടെ. ഇതിനെ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കണമെന്നോ ഏത് രീതിയിൽ മനസ്സിലാക്കണമെന്നോ നിശ്ചയമില്ല. പക്ഷെ ഒരു കാര്യത്തിൽ നിശ്ചയമുണ്ട്, പടച്ചവനിലേക്ക് പൂർണ്ണമായി മടങ്ങാൻ, പശ്ചാത്തപിച്ച് അവനിലേക്ക് അടുക്കുവാൻ നമുക്ക് കഴിയണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രകൃതി ദുരന്തങ്ങൾ ഇതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതോടൊപ്പം ഇതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളുവാനും സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം പടച്ചവൻ നമുക്ക് പ്രദാനം ചെയ്തിരിക്കുമാറാണ്.
നമ്മൾ ഇന്ന് സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരൽപ്പം വിദ്യാർത്ഥികൾ നിസ്കാരമുറി ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മല കോളേജിൽ നടത്തിയ ഒരു പ്രതിഷേധം. ആ പ്രതിഷേധം, അതിനെ തുടർന്നുണ്ടായ ചർച്ചയാണ്. ഒരു കാര്യം ആദ്യമേ പറയാം. ഈ വിഷയം നിർമ്മല കോളേജിന്റെ മാനേജ്മെന്റും മഹല്ല് ഭാരവാഹികളും വളരെ പക്വതയോടെ അവധാനതയോടെ കൈകാര്യം ചെയ്യുകയും പരിഹാരത്തിലെത്തുകയും ചെയ്തിട്ടും ഈ വിഷയത്തിന്മേൽ നടന്ന ചർച്ച മുഖ്യധാര മാധ്യമങ്ങളിലും സൈബർ ഇടങ്ങളിലും കുറച്ചു കുട്ടികൾ അവരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ഒരു അബദ്ധം, നിസ്കരിക്കാൻ മുറി ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. ആവശ്യപ്പെട്ടാൽ ഇതര മാനേജ്മെന്റുകൾ, അത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണെങ്കിലും ഹിന്ദു മാനേജ്മെന്റ് ആണെങ്കിലും സർക്കാർ സംവിധാനങ്ങളാണ് എങ്കിലും വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥനാ മുറി ഒരുക്കി കൊടുക്കുന്നതും തെറ്റല്ല എന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാൻ ഇടം ഒരുക്കി കൊടുക്കുന്നത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ മഹത്തരമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ, വിശ്വസിച്ചാൽ ആദ്യം നിർബന്ധമാകുന്ന കാര്യം നിസ്കാരമാണ്. ഫമൻ അഖാമഹാ ഫഖദ് അഖാമദ്ദീൻ വമൻ ഹദമഹാ ഫഖദ് ഹദമദ്ദീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരൊരാൾ നമസ്കാരം നിലനിർത്തിയോ അവൻ ദീനിനെ നിലനിർത്തിയിരിക്കുന്നു. ആരൊരാൾ നമസ്കാരം പൊളിച്ചു കളഞ്ഞോ അവൻ ദീനിനെ തന്നെ പൊളിച്ചു കളഞ്ഞോ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു അനുഷ്ഠാനമാണ് നമസ്കാരം. ആ നമസ്കാരത്തിന് ഒരു മുറി ഞങ്ങൾക്ക് ഈ കോളേജിൽ ഒരുക്കി തരണമെന്ന് ഒരു വിഭാഗം മുസ്ലിം വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യായമാണ്. അതിൽ പ്രതിഷേധിച്ചതും സമരമുണ്ടാക്കിയതും ഒക്കെ തെറ്റാണ്. പക്ഷേ ആ ആവശ്യം ന്യായമാണ്. നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? നാം ജീവിക്കുന്ന കാലഘട്ടം ആധുനിക കാലഘട്ടം, നവോത്ഥാനത്തിന്റെയും പരിഷ്കരണത്തിന്റെയും കാലഘട്ടം. ഏതെങ്കിലും ഒരു പ്രാകൃതമായ യുഗത്തിലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന സംസ്ഥാനത്തിന്റെ പേരും കേരളം എന്നാണ്. മലയാളി പ്രബുദ്ധത എന്ന് വാനോളം വാഴ്ത്തപ്പെടുന്ന ഈ പ്രബുദ്ധ മലയാളികൾക്കിടയിൽ ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ നിർബന്ധാനുഷ്ഠാനമായ നമസ്കാരത്തോടുണ്ടായ അസഹിഷ്ണുത, ഞാൻ ആ മാനേജ്മെന്റിനെ സംബന്ധിച്ചല്ല പറയുന്നത്, അതിന്റെ പുറത്ത് നിസ്കരിക്കാൻ ആവശ്യപ്പെട്ടതിനെ സംബന്ധിച്ച് കോളേജിൽ ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിക്കുന്നു, കോളേജിൽ ഇസ്ലാമിക വൽക്കരണം സംഭവിക്കുന്നു. നിസ്കരിക്കാൻ ഒരു ഇടം ആവശ്യപ്പെട്ടതിനെയാണ് ഈ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തത്. എന്നാൽ ആ പ്രാധാന്യം അവിടുത്തെ പ്രിൻസിപ്പലിനുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് കുട്ടികൾക്ക് നമസ്കരിക്കണമെങ്കിൽ നമസ്കരിക്കാൻ സമീപത്തുള്ള പള്ളിയിലേക്ക് പോകാമെന്നും 10 മിനിറ്റ് താമസിച്ച് വന്നാൽ കൂടെ പ്രശ്നമല്ലെന്നും, എന്ന് മാത്രമല്ല ഇത് ഉപയോഗപ്പെടുത്തി മുസ്ലിം സമൂഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കുട്ടികൾ കലാപകാരികളല്ല, ഈ കുട്ടികൾ ഞങ്ങളുടെ വിദ്യാർത്ഥികളാണ് എന്നും ഈ തെറ്റിനെ ആ രീതിയിൽ കാണുന്നുണ്ട് എന്നും അതിനെതിരിൽ യാതൊരു നടപടിക്കും മുതിരുന്നില്ല എന്നും പറഞ്ഞത് വളരെ മാതൃകാപരമാണ്. പ്രത്യേകിച്ച് ആ സാഹചര്യത്തിൽ നിർമ്മല കോളേജിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ സമീപത്ത് 30 മീറ്റർ അപ്പുറത്ത് പള്ളിയുള്ളപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു നിസ്കാര മുറിയുടെയും ആവശ്യമില്ല.
പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, നമസ്കാര മുറിയുടെ ആവശ്യം വിദ്യാർത്ഥികൾ അവിടെ അവതരിപ്പിച്ചപ്പോൾ, അത് ചർച്ചയായപ്പോൾ, നമ്മുടെ മലയാളത്തിലെ പൊതുസമൂഹത്തിൽ വലിയൊരു വിഭാഗം അതിനെ വക്രീകരിച്ചത് ഇസ്ലാമിക രാഷ്ട്രവുമൊക്കെയായിട്ടാണ്. ഭരണം രൂപീകരിക്കാൻ പോകുന്നു എന്നാണ്. കേരളത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ഇത് ആ കുട്ടികൾ സമരമുണ്ടാക്കിയത് കൊണ്ട് നമ്മൾ പറയും, ആ കുട്ടികൾ വർഗീയവാദികൾക്ക് ഒരു വടി കൊടുത്തു ഇസ്ലാമിനെ അടിക്കാനെന്ന്. ആ കുട്ടികൾ കൊടുത്തില്ലെങ്കിലും അവർ നമ്മളെ അടിക്കും, ഒരു സംശയമില്ല. ഇവിടെ മുസ്ലിം സമൂഹത്തിനെതിരെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വെറുപ്പുകളെല്ലാം തന്നെ അതിന്റെ ആധാരം അന്വേഷിച്ചു പോയാൽ മുസ്ലിമീങ്ങൾ വെറുതെ നടന്നാലും അവർക്കെതിരെ, മുസ്ലിം സമൂഹത്തിനെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുവാൻ സൈബർ ഇടങ്ങളിൽ ഗൂഢസംഘങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിന് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ, കമന്റ് ഇടാൻ, ലൈക്ക് ചെയ്യുവാൻ, അതിനെ ബൂസ്റ്റ് ചെയ്യുവാൻ വലിയ ഒരു സംഘം ആസൂത്രിതമായി ഇവിടെ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമാണ് ഒരു നമസ്കാരമുറി ആവശ്യപ്പെട്ടതിനെ, നമസ്കാരമുറിയല്ല, പ്രാർത്ഥിക്കാൻ ഒരു ഇടം ആവശ്യപ്പെട്ടതിനെ ഈ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടത് എന്നാണ്. ഇത് ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും തമ്മിൽ ഉള്ള സൗഹൃദത്തെ, ആ സൗഹൃദത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു അകൽച്ചയെ, ആ അകൽച്ചയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്ന് പറഞ്ഞത് ഫാദർ പോൾ തലക്കാട്ടിനെ പോലെയുള്ള ആ സമുദായത്തിലെ തന്നെ പ്രധാനപ്പെട്ടവരാണ്. ക്രിസ്ത്യാനികളെയും മുസ്ലിമീങ്ങളെയും തമ്മിൽ തല്ലിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. അത് സമീപത്ത് കുറച്ച് വർഷങ്ങളായി നടത്തപ്പെടുന്നുണ്ട്. ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും തമ്മിൽ തല്ലിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷ് തന്ത്രം. ആ തന്ത്രം ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും പയറ്റി. കേരളത്തിൽ അത് വില പോയില്ല എന്ന് മാത്രമല്ല, ഉത്തരേന്ത്യയിൽ പോലും അതിന് ഇടമില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയ വാർത്തകൾ എന്ന് പറയുന്നത്, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അവിടെയാണ് കേരളത്തിൽ ആസൂത്രിതമായി ക്രിസ്ത്യാനികളെയും മുസ്ലിമീങ്ങളെയും തമ്മിൽ തല്ലിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഒരു കോളേജിൽ, ഒരു ക്യാമ്പസിൽ, അത് ക്രിസ്ത്യൻ മാനേജ്മെന്റിൻ്റെതായിക്കൊള്ളട്ടെ, എന്നാൽ കൂടെ പ്രാർത്ഥിക്കാൻ ഒരു ഇടം എന്ന് പറയുന്നത് പുതിയ കാര്യമൊന്നുമല്ല. ഇന്നത് വലിയ ഒരു കാര്യം. ഇസ്ലാമിനെ സംബന്ധിച്ച്, ഇസ്ലാമിക ദർശനത്തെ സംബന്ധിച്ച്, വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് നമ്മളത് പറയുമ്പോ അതിനെ രണ്ട് രീതിയിൽ വായിക്കാൻ സാധിക്കും. ഒന്ന്, ഇസ്ലാമിന്റെ ദാർശനികമായ തലത്തിൽ നിന്നുകൊണ്ടാണ്. രണ്ട്, ഇസ്ലാമിക ചരിത്രപരമായിട്ടുമാണ്. ദാർശനികമായിട്ട് നമ്മളത് വായിക്കുമ്പോ വിശുദ്ധ ഖുർആനിൽ യഹൂദ നസാറാക്കളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്ന പ്രയോഗം അഹ്ലു കിതാബ് എന്നാണ്. അഹ്ലു കിതാബ്, വേദഗ്രന്ഥത്തിന്റെ ആളുകൾ. വേദഗ്രന്ഥത്തിന്റെ ആളുകൾ എന്ന് ബഹുമാനപൂർവമാണ് യഹൂദികളെയും ക്രിസ്ത്യാനികളെയും സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പ്രയോഗം വന്നിട്ടുള്ളത്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കണം. ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ. അഹ്ലു ദിക്ർ, അറിവുള്ളവർ എന്നതുകൊണ്ട് ഈ വാക്യത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ സകലമാന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും കാണാം, അത് അഹ്ലു കിതാബാണ്, വേദക്കാരായ ജൂത നസാറാക്കളാണ് എന്ന്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ച ശേഷം ആ നുബുവത്തിന്റെ നിജസ്ഥിതി അറിയുവാൻ വേണ്ടി വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് പോകുന്നത്. വറഖത്ത് ബിൻ നൗഫൽ ക്രിസ്ത്യാനിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഹ്ലുൽ ഇൽമിൽ അവ്വൽ എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ യഹൂദ നസാറാക്കളെ സംബന്ധിച്ച് പറയും. ഒന്നാമത്തെ അറിവിന്റെ ആളുകൾ, നമുക്ക് മുന്നേ അറിവ് നേടിയവർ. ഇഞ്ചീലിന്റെ, ബൈബിളിന്റെ, തോറയുടെ വക്താക്കളെ സംബന്ധിച്ച് പറയുന്നതാണ്. അതിന്റെ തുടർച്ചയാണല്ലോ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ദാർശനികമായി മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും
നാം പുലർത്തിയിട്ടുള്ള ഒരു ബന്ധം, ഒരു സഹിഷ്ണുത, അത് ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടം മുതലേ ബന്ധമുണ്ട് എന്ന് മാത്രമല്ല, സൂറത്തുൽ മാഇദയുടെ 82-ാമത്തെ വചനം, ലതജിദന്ന അഖറബഹും മവദ്ദതൻ ലില്ലദീന ആമനു അല്ലദീന ഖാലൂ ഇന്നാ നസാറാ ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون لتجدن أقربهم مودة സത്യനിഷേധികളായ ആളുകളിൽ വിശ്വാസികളോട്, മുസ്ലിമീങ്ങളോട് ഏറ്റവും നല്ല സ്നേഹബന്ധം വെച്ച് പുലർത്തുന്നതായിട്ട് കാണാൻ കഴിയുന്നത് ലില്ലദീന ഖാലൂ ഇന്നാ നസാറാ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്ന ആളുകൾ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്ന ആളുകളാണ് മുസ്ലിമീങ്ങളോട് ഏറ്റവും വലിയ സ്നേഹബന്ധം വെച്ച് പുലർത്തുന്നത്. ذلك بأن منهم قسيسين ورهبانا ذلك بأن منهم, ഇങ്ങനെ സ്നേഹബന്ധം വെച്ച് പുലർത്തുന്നത് ബിഅന്ന മിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട് എന്നതിന്റെ പേരിൽ ഖിസ്സീസീന, നല്ല പണ്ഡിതന്മാരുണ്ട് എന്ന്, വറുഹ്ബാന, പുരോഹിത ശ്രേഷ്ഠന്മാരുമുണ്ട് എന്നതുകൊണ്ട്, വഅന്നഹും ലാ യസ്തക്ബിറൂൻ, അവരിൽ പലരും, അവരിലെ പുരോഹിതന്മാരും പണ്ഡിതന്മാരിൽ പലരും അഹങ്കരിക്കുകയില്ല എന്നതുകൊണ്ടും ക്രിസ്ത്യാനികളിലെ ക്രിസ്തുമതത്തിലെ നേതാക്കന്മാരെ സംബന്ധിച്ച്, പണ്ഡിതന്മാരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞതാണ് ذلك بأن منهم, എന്തുകൊണ്ടാണ് വിശ്വാസികളോട് അവർക്ക് ഇത്രയും സ്നേഹം? ബിഅന്ന മിൻഹും ഖിസ്സീസീന, അവരിൽ ഖിസ്സീസുകളുണ്ട്, അവരിൽ നല്ല പാണ്ഡിത്യമുള്ള ആളുകളുണ്ട്, വറുഹ്ബാന, സന്യാസിമാരുമുണ്ട്, വഅന്നഹും ലാ യസ്തക്ബിറൂൻ, അവർ അഹങ്കരിക്കുന്നവരുമല്ല. പരിശുദ്ധ ഖുർആൻ ക്രിസ്തീയ മുസ്ലിം സൗഹൃദത്തെ എത്ര കൃത്യമായി, ദാർശനികമായി അവതരിപ്പിക്കുന്നു എന്ന് നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കണം. ഇവിടെയാണ് ആ കോളേജിന്റെ മാനേജ്മെന്റ് അഭിനന്ദനം അർഹിക്കുന്നത്. എത്ര മാന്യമായി കുട്ടികൾ അവരുടെ അപക്വതയുടെ പേരിൽ ഒരു അബദ്ധം സംഭവിച്ചപ്പോ അവരെ ചേർത്ത് നിർത്തുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ഉചിതമായ തീരുമാനം ഉൾക്കൊള്ളുകയും ചെയ്തു എന്ന അടിസ്ഥാനത്തിൽ ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അത് വളരെ മാതൃകാപരമാണ് എന്നുള്ളതാണ്. ചരിത്രപരമായി നമ്മൾ ഈ വിഷയത്തെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിൽ പ്രവാചകന് ഏറ്റ ശക്തമായ ഉപദ്രവങ്ങൾ, അക്രമങ്ങൾ. ആദ്യത്തെ ഹിജറ, പലായനം സംഭവിക്കുന്നത് അബുസീനിയയിലേക്കാണ്, ഹബഷ എന്ന് പറയുന്നത്. അവിടുത്തെ രാജാവ് നജാഷിയാണ്. അന്ന് അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയായ നജാഷിയുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളെ പറഞ്ഞു വിടുമ്പോൾ മുസ്ലിമീങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ അബുസീനിയയിലേക്ക് പോകണമെന്നും അവിടെ ഒരു രാജാവുണ്ടെന്നും അദ്ദേഹം ക്രിസ്ത്യാനിയാണ് എങ്കിലും ആ രാജാവിന്റെ കീഴിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളോട് പറയുകയും, അങ്ങനെ 70-ൽ പരം വരുന്ന പ്രവാചക അനുചരന്മാർ ഹബശയിലേക്ക് പോകുന്നു. നിർഭയമായി അബുസീനിയയിൽ ഒരു ക്രിസ്ത്യൻ രാജാവിന്റെ കീഴിൽ അവർ സുരക്ഷിതമായി ജീവിക്കുന്ന ചരിത്രം പ്രവാചക ജീവിതത്തിലെ മക്ക കാലഘട്ടത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുമെങ്കിൽ, എന്ന് മാത്രമല്ല ഈ നജാഷിയും പ്രവാചകനും തമ്മിലുള്ള ബന്ധം, പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഈ നജാഷിയും പ്രവാചകനും തമ്മിലുള്ള ബന്ധം വളരെ സുദീർഘമാണ്. അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സ്ഥലത്ത് നിന്ന് ജനാസ നമസ്കരിച്ചു അദ്ദേഹത്തിന് വേണ്ടി. അവിടെ നിന്നാണ് മറഞ്ഞ മയ്യത്തിന്റെ പേരിൽ ജനാസ നമസ്കരിക്കാൻ അനുവാദമുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിന് പരിഹാരം കാണുന്നത്. ജനാസ മുന്നിലില്ല. നമ്മൾ ജുമാ നമസ്കാരത്തിന് ശേഷം പലപ്പോഴും മയ്യത്ത് നമസ്കരിക്കും, ജനാസ മുമ്പിലില്ല. ഇതിന്റെ തെളിവ് നമുക്ക് കിട്ടുന്നത് ആ ഹദീസിൽ നിന്നാണ്. നജാഷിയുടെ മരണവാർത്ത അറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനാസ നമസ്കരിച്ചു, ജനാസ മുമ്പിൽ ഇല്ലാതെ തന്നെ, നജാഷിയുടെ പേരിൽ ഹദീസിൽ കാണാം. എന്ന് മാത്രമല്ല നജാഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനങ്ങൾ കൊടുത്തുവിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തിരിച്ചു സമ്മാനങ്ങൾ കൊടുത്തുവിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറത്തിന്റെ കിതാബുകളിൽ കാണാൻ കഴിയുന്ന വിഷയമാണ്.
ഇത് തിരിച്ചുമുണ്ടായിട്ടുണ്ട്. മദീനത്തെ പള്ളിയിലേക്ക് നജ്റാനിൽ നിന്ന് 14ഓളം പേര് വരുന്ന 14ഓളം പേരടങ്ങുന്ന ക്രിസ്ത്യാനികളുടെ ഒരു നിവേദക സംഘം മദീനത്തെത്തി. അവരുടെ ഇമാം ഇബ്നു ഖയ്യിം ഈ ചരിത്രം കുറിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ആ മദീനത്തെ പള്ളിയിലേക്ക് എത്തിയപ്പോ അവരുടെ നമസ്കാരത്തിന്റെ സമയമായി. മദീനത്തെ പള്ളിയിൽ അവരുടെ ദിശ എവിടെയാണോ ആ ദിശയിലേക്ക് തിരിഞ്ഞ് അവർ അവിടെ നമസ്കരിച്ചു. എവിടെ? മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ. എന്തിനാണ് കൂട്ടരെ? ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ മുസ്ലിമീങ്ങൾ നമസ്കരിച്ചാൽ കുഴപ്പമാണെന്ന് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കേൾക്കണം, 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയിൽ നജ്റാനിലെ ക്രിസ്ത്യാനികൾ വന്ന് നമസ്കരിച്ചത് അവരുടെ ദിശയിലേക്ക്, അവരുടെ മതം അനുശാസിക്കുന്നതനുസരിച്ച് എങ്കിൽ പ്രബുദ്ധ മലയാളികൾക്ക് എന്താണ് ആരാധനാരംഗത്ത് ഈ സഹിഷ്ണുത മനസ്സിലാകാതെ പോയത്? ഇതിനെ എന്തിനാണ് ഇസ്ലാമിക വൽക്കരണമാണെന്നും ഇസ്ലാമിക രാഷ്ട്ര രൂപീകരണമാണെന്നും വ്യാഖ്യാനിച്ചൊപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് എന്ന് നമ്മൾ കാണണം. അവിടെ അവസാനിക്കുന്നതല്ല ചരിത്രം. ക്രിസ്തീയ മുസ്ലിം സൗഹൃദത്തിന്റെ നാൾവഴികൾ നമ്മൾ അന്വേഷിച്ചു പോയാൽ അറബ് സംസ്കാരം എന്ന് പറയുന്ന ഒരു സംസ്കാരത്തെ രൂപീകരിച്ചത് നമ്മൾ വിചാരിക്കും അറബ് ഭാഷ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ഭാഷയാണ്. അല്ല, അറബ് ഭാഷയെ ഇത്രമാത്രം വളർത്തുന്നതിൽ ക്രിസ്ത്യാനികളുടെ പങ്ക്, പ്രത്യേകിച്ച് സിറിയൻ ക്രിസ്ത്യാനികളുടെ പങ്ക് ചെറുതല്ല. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എത്രയെത്ര അറബ് ക്രിസ്ത്യാനികളാണ് അറബ് ഭാഷയിൽ ഉയർന്ന സംഭാവനകൾ നൽകിയിട്ടുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു ഉമറിലേക്ക് ചേർത്തുകൊണ്ട് ഇമാം ദഹബി അദ്ദേഹം കുറിക്കുന്ന ഹദീസ് ഇങ്ങനെയാണ്: ഇദാ ദഅഉതും ലി അഹദിൻ മിനൽ യഹൂദി വൻ നസാറ, ജൂതനസാറാക്കളിൽ ആർക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഫഖൂലു, നിങ്ങൾ പ്രാർത്ഥിക്കണം, അക്സറല്ലാഹു മാലക വ വലദക, അല്ലാഹു നിന്റെ സമ്പത്തിനെ, നിന്റെ സന്താനങ്ങളെ, നിന്റെ ജീവിതത്തെ ധന്യമാക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പോലും പ്രവാചകൻ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്നും ഇമാം ദഹബി അദ്ദേഹത്തിന്റെ മുസ്നദിൽ കുറിക്കുന്നുണ്ട്. ഇതാണല്ലോ നമ്മുടെ രാജ്യത്തിന്റെയും സംസ്കാരം. അല്ലാതെ നമ്മുടെ ഒരു സെക്യുലർ കൾച്ചർ, ഒരു മതത്തിന്റെയും സംസ്കാരം നമ്മുടെ ഇടയിൽ വേണ്ട, അത് അവിടെ എന്ന് പറയുന്ന സംസ്കാരം. നമ്മളൊരു നിരീശ്വരവാദികളുടെ രാജ്യത്തൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. ന്യൂസിലാൻഡിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലല്ലേ. മുസ്ലിമീങ്ങൾ നമസ്കരിക്കുന്നത് മറ്റുള്ള സമുദായങ്ങൾക്കിടയിൽ എന്താ കുഴപ്പം? കുറിയിട്ട് കയ്യിൽ രാജി കെട്ടിയ ഒരു ഹിന്ദു ഒരു സ്റ്റേറ്റിന്റെ സർക്കുലർ എവിടെ മുമ്പ് വായിച്ചത് ഓർമ്മ വരുന്നു. പോലീസിൽ പിന്നെ കുറിയിട്ടവർ കടന്നു വരരുത്, കുറിയിട്ടുകൊണ്ട് ജോലിയിൽ പ്രവേശിക്കരുത് എന്ന്. അതൊരു വിപ്ലവകരമായ തീരുമാനമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷെ എന്തിനായിരുന്നു? കുറിയിട്ട് വന്നാൽ തകർന്നു പോകുന്നതാണോ നമ്മുടെ സൗഹൃദമെങ്കിൽ നമ്മുടെ മതേതരത്വത്തെ സംബന്ധിച്ച് നാം ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മതേതര സംസ്കാരമല്ല ഈ രാജ്യത്തിന്റെ സംസ്കാരം. ഒന്നും ഇവിടെ വേണ്ട എന്ന് പറയുന്നത് അത് എവിടുത്തെ സംസ്കാരമാണ്? അതാണോ മതേതരത്വം? ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ മുസ്ലിമീങ്ങൾ നമസ്കരിച്ചാൽ, മുസ്ലിം മാനേജ്മെന്റ് കോളേജുകളിൽ, സ്കൂളുകളിൽ ഇതര മതവിഭാഗങ്ങൾ പ്രാർത്ഥന നടത്തിയാൽ എന്താണ് കുഴപ്പം? എന്താണ് അതിൽ സംഭവിക്കാൻ പോകുന്ന പ്രശ്നം? ഇതിൽ ഇത്രമാത്രം കലാപമുണ്ടാക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, ചർച്ചകൾ സൃഷ്ടിക്കാൻ എന്തിരിക്കുന്നു? ഇവിടെ ചില ആളുകൾ പറയുന്നു, ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയാണെങ്കിൽ ഓരോ കോളേജിലും ക്രിസ്ത്യാനികൾക്ക് അവരുടെ പള്ളി, ഹിന്ദുക്കൾക്ക് അവരുടെ പള്ളി, മുസ്ലിമീങ്ങൾക്ക് അവരുടെ പള്ളി. ആരാ പറയുന്നത്? വിദ്യാഭ്യാസമുള്ള ആളുകൾ. എങ്കിൽ അങ്ങനെ പള്ളികൾ ഉണ്ടായിട്ടുണ്ടെന്നാ പറയുന്നത്. ഒറ്റ മസ്ജിദിൽ, ഒറ്റ ദേവാലയത്തിൽ, ഒറ്റ ആരാധനാ മന്ദിരത്തിൽ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും പ്രാർത്ഥന നിർവഹിച്ച കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. എവിടെ? മുസ്ലിം ഭരണകൂടങ്ങളിൽ. വലീദ് ബിൻ അബ്ദുൽ മലിക് നിർമ്മിച്ച ജാമിഅ മസ്ജിദ് 7 ദശകങ്ങളാണ് മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച്. ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായയിൽ എഴുതുന്നുണ്ട്,
ഒരൊറ്റ ദേവാലയം, ആ ഒരൊറ്റ ദേവാലയത്തിൽ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ആരാധന നിർവഹിച്ചു എന്ന്. ഫകാന നിസ്ഫുഹു കനീസ വനിസ്ഫുൽ ആഖർ മസ്ജിദൻ, അതിന്റെ പകുതി ചർച്ച്, അതിന്റെ പകുതി മസ്ജിദ് എന്ന് മാത്രമല്ല, വകാനൽ മുസ്ലിമൂന വന്നസാറ, മുസ്ലിമീങ്ങളും നസാറാക്കളും ക്രിസ്ത്യാനികളും യദ്ഖുലൂന ഹാദൽ മഅബദ മിൻ ബാബിൻ വാഹിദിൻ, ഒറ്റ വാതിലിൽ കൂടിയാണ് ഈ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നിട്ട് മുസ്ലിമീങ്ങൾ അവരുടെ ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് ആരാധന നിർവഹിക്കും, ക്രിസ്ത്യാനികൾ അവരുടെ ദിശയിലേക്ക് 7 ദശകം. ഏത് കാലത്ത്? ആധുനിക കാലഘട്ടത്തിന്റെ ചരിത്രമല്ല. നമ്മൾ പ്രാകൃത കാലം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കാലഘട്ടത്തിൽ അവരുടെ ഭരണകൂടങ്ങളുടെ കീഴിൽ നിർമ്മിക്കപ്പെട്ട മസ്ജിദുകളിൽ ഇങ്ങനെ ആരാധന നിർവഹിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് ഭിന്നമായി ഇന്ന് ഒരു വിഭാഗം കുട്ടികൾ ക്യാമ്പസിന്റെ ഉള്ളിൽ നമസ്കരിക്കാൻ മുറി ആവശ്യപ്പെട്ടാൽ അത് ഇസ്ലാമികവൽക്കരണമാണെന്നും ഇസ്ലാമിക രാഷ്ട്ര രൂപീകരണത്തിൻ്റെതാണ് എന്നുമൊക്കെ വ്യാഖ്യാനിക്കുന്നതിന്റെ പിന്നിലുള്ള വർഗീയത, പ്രിയമുള്ള സഹോദരങ്ങളെ, ഗൗരവമാണ്. എന്ന് മാത്രമല്ല, അങ്ങനെ എത്ര സംഭവങ്ങൾ. ഇമാം മഖ്രിസി 363 നടന്ന, അന്ന് രാജ്യത്ത് നിർഭയമില്ലാത്തൊരു സാഹചര്യം, അക്രമങ്ങൾ താണ്ഡവമാടുന്ന ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ 363 ഹിജ്റ, നമ്മൾ പ്രാകൃത കാലം എന്ന് പറയുന്ന കാലഘട്ടം, ഇസ്ലാമിക പ്രദേശത്ത് ഡമസ്കസിൽ വഫീഹാ ഫതഹൽ മുസ്ലിമൂന അൽ മസാഹിബ്, അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി പ്രതീകാത്മകമായി മുസ്ലിമീങ്ങൾ മുസ്ഹഫുകൾ തുറന്നു. വന്നസാറ അൽ ഇൻജീൽ, ക്രിസ്ത്യാനികൾ ബൈബിളും തുറന്നു. വൽ യഹൂദ് അത്തൗറാത്ത്, ജൂതന്മാർ തോറയും തുറന്നു. വജ്തമഉ ബിൽ ജാമിഅ, അവർ മുസ്ലിം പള്ളിയിൽ ഒത്തുചേർന്നു. വലജ്ജു ബിദ്ദുആ, ഓരോരുത്തരും അവർ പ്രാർത്ഥന നിർവഹിച്ചു. എന്നിട്ട് അവരുടെ മതഗ്രന്ഥങ്ങളും ചുമന്നുകൊണ്ട് അവർ അവരുടെ തെരുവീഥികളിലൂടെ സഞ്ചരിച്ചു. ആരാധനകൾ വ്യത്യസ്തമാണ്, വിശ്വാസങ്ങൾ വ്യത്യസ്തമാണ്, ആശയങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ പരസ്പരം ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശം കഴിഞ്ഞ കാല ചരിത്രത്തിൽ നിന്ന് നാം പ്രചോദനം ഉൾക്കൊള്ളേണ്ടതിന് പകരം ഇന്ന് നമ്മൾ നാഗരികമായി, ആധുനികമായി, പരിഷ്കൃതരായി അവകാശപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വർഗീയമായി ചിന്തിക്കാൻ മാത്രം ഇത്ര അധപ്പതിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? ചിന്തിക്കണം. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ, അങ്ങനെ നമ്മൾ വായിച്ചു പോയാൽ ഒരുപാട് സംഭവങ്ങൾ. ഇമാം സാഹിദ് മൻസൂർ ബിൻ സാദാൻ, അദ്ദേഹം മരണപ്പെടുന്നു, മുസ്ലിം പണ്ഡിതനാണ്, അദ്ദേഹം മരണപ്പെടുന്നു. ഖറജ ഫീ ജനാസതിഹി അൽ യഹൂദ് വൻ നസാറ വൽ മജൂസ്, യഹൂദികളും നസാറാക്കളും മജൂസികളും. മജൂസികൾ അഗ്നി ആരാധകരാണ്. അന്ന് ഹിന്ദുക്കളില്ല, അല്ലെങ്കിൽ അവിടെ ഹിന്ദുക്കളും വന്നേനായിരുന്നു, ഹുനൂദ് എന്ന് പറഞ്ഞേനായിരുന്നു. അവർ അദ്ദേഹത്തിന്റെ പേരിൽ വിലപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജനാസയുടെ അരികെ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഇമാം ഇബ്നു അസാകിർ, ഷാമിന്റെ ഇമാമായ ഇമാം ഔസാഇയുടെ മരണത്തിന്റെ ഘട്ടത്തിലും യഹൂദികളുടെ, നസാറാക്കളുടെ, മജൂസികളുടെ വലിയ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ 4 മദ്ഹബുകളിൽ 4ാമത്തെ മദ്ഹബിന്റെ ഇമാമാണ്. സൗദി അറേബ്യ പോലെയുള്ള അറബ് രാഷ്ട്രങ്ങളിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മദ്ഹബാണ് ഹംബലി മദ്ഹബ്. നമ്മളൊക്കെ ഷാഫിഈ മദ്ഹബാണ്, ഹംബലി മദ്ഹബ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ലക്ഷോപലക്ഷം ആളുകൾ പങ്കെടുത്ത ജനാസ നമസ്കാരം, ആ ലക്ഷോപലക്ഷം ആളുകളിൽ വലിയ ഒരു സംഘം, 4 വിഭാഗം ആളുകൾ ദുഃഖമാചരിച്ചു. 1 മുസ്ലിമീങ്ങൾ, 2 യഹൂദികൾ, 3 നസാറാക്കൾ, 4 മജൂസികൾ. ഇസ്ലാമിന്റെ ചരിത്രമാണ്. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ, അല്ലെങ്കിൽ പോകട്ടെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന സഹിഷ്ണുത, പരസ്പരമുള്ള ഉൾക്കൊള്ളൽ, അംഗീകരിക്കൽ, അത് ഇന്ന് ഉണ്ടോ ഇല്ലേ? അത് നശിപ്പിക്കാനാണ് ഇവിടെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തകർക്കണം. ക്രിസ്ത്യാനികളെയും മുസ്ലിമീങ്ങളെയും തമ്മിൽ തല്ലിക്കണം. മുസ്ലിമീങ്ങൾ എന്ന രീതിയിൽ നാം നമ്മുടെ ഭാഗം ശ്രദ്ധിക്കണം. ഇസ്ലാമിക ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് എന്ന് നമ്മുടെ ഇടയിൽ മറ്റൊരു മതവിഭാഗം ആരാധന നിർവഹിച്ചാൽ
അത് കൊടുക്കുന്ന സന്ദേശമുണ്ട്. ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലോ സ്കൂളിലോ അവിടെയുള്ള കുട്ടികൾ, മുസ്ലിം കുട്ടികൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് കൊടുക്കുന്ന ഒരു സന്ദേശം? നാളെ അവർ വളർന്നു വരുമ്പോ നമസ്കരിക്കുന്ന മുസ്ലിമിനെ ഉൾക്കൊള്ളുവാനുള്ള ഒരു വിശാല മനസ്ഥിതി ഉണ്ടാകുന്നു. യേശുവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ കണ്ടുപഠിക്കുന്ന ഒരു മുസ്ലിം അവനെ ഭാവിയിൽ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവൻ പരിവർത്തിക്കപ്പെടുന്നു. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാവരും അവരവരുടെ വീട്ടിലും അവരവരുടെ ആരാധനാ മന്ദിരങ്ങളിലും ആരാധന നടന്നോട്ടെ, ഞങ്ങളുടെ ഇടയിൽ ഇതൊന്നും പറ്റൂല എന്നാണെങ്കിൽ, നിങ്ങൾ കണ്ടു ബാംഗ്ലൂര് ഒരു ബസ്സിൽ ഒരു കണ്ടക്ടറിന്റെ കുത്തിരി പിടിക്കുന്ന ഒരു സ്ത്രീ, എന്തിനാണ്? അയാൾ തൊപ്പിയിട്ടു എന്ന കാരണം. തൊപ്പിയിട്ടു എന്ന കാര്യം എന്തിനാണ് ഈ സ്ത്രീയെ ചൊടിപ്പിച്ചത്? അതാ ആ സ്ത്രീ പഠിച്ച വിദ്യാഭ്യാസ സംസ്കാരമാണ്. കുടുംബത്തിലും ക്യാമ്പസുകളിലും ഇതുപോലെ അകറ്റി നിർത്തി പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം ഞങ്ങളുടെ ഇടയിൽ വേണ്ട ഇതൊന്നും എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നാം മാറിക്കഴിഞ്ഞാൽ നാളെ ഈ സഹിഷ്ണുത നഷ്ടപ്പെടുകയും പരസ്പരമുള്ള സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ മാർഗങ്ങൾ അടഞ്ഞു പോവുകയും ചെയ്യും. അത് അത്യന്തം അപകടങ്ങളിലേക്കാണ് നമ്മുടെ ഈ രാജ്യത്തെ, മതങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ രാജ്യത്തെ, അങ്ങനെയാണ് എത്രയോ മതങ്ങൾ കൊണ്ട്, സംസ്കാരങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ രാജ്യത്തെ അത്യന്തം അപകടങ്ങളിലേക്ക് എത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമസ്കാരം ശ്രദ്ധിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്ന് പറഞ്ഞാൽ അതിലത്രയേ ഉള്ളൂ. നിസ്കാരം അത്രയും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എത്രയോ മാതാപിതാക്കൾ അവർ കോളേജ് ലൈഫിലേക്ക് മാറുമ്പോ അവർക്ക് ഹോസ്റ്റൽ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് നിസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളിയുടെ അടുത്ത് കോളേജ്. എത്രയോ വീട്ടുകാർ താമസം മാറിപ്പോയിട്ടുണ്ട് അതിനുവേണ്ടി മാത്രം, നിസ്കാരം ശ്രദ്ധിക്കാൻ മാത്രം. അത്രയും പ്രധാനപ്പെട്ടതാണ് ഇസ്ലാമിലെ നമസ്കാരം എന്ന് പറയുന്നത്. ഇപ്പോ ജംഇനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ വന്നു. പഠിക്കുന്ന കുട്ടികൾക്ക് ആ സന്ദർഭം അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് എങ്കിൽ അവർക്ക് ജംഅ ചെയ്യാം. ജംഇന്റെ കാരണങ്ങൾ ഞാൻ അതിനെ വിശദമായ അതിന്റെ ചർച്ചകളിലേക്ക് പ്രവേശിക്കുകയല്ല. നമുക്ക് നമസ്കരിക്കുവാൻ അടുത്ത് മസ്ജിദ് ഉണ്ടെങ്കിൽ ആ മസ്ജിദിൽ പോയി നമസ്കരിക്കണം. ഇന്ന് എല്ലാ സ്ഥാപനങ്ങളും കോളേജുകളും അതിന് അനുവാദം നൽകും. അതിനും സൗകര്യമില്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു പ്രയർ ഹാൾ, മോസ്കൊന്നുമല്ല, ഒരു പ്രയർ ഹാൾ, ഒരു പ്രാർത്ഥനാ മുറി എന്ന എന്താണ്, എല്ലാ മതങ്ങൾക്കും പ്രാർത്ഥിക്കാം. ഒരു ചെറിയൊരു സംവിധാനം മതി. നിസ്കരിക്കാൻ ഒരു സ്ഥലം, ഒരു മുനഹരവും വെച്ച് കുറെ മുസഹഫും അടുക്കി മുസല്ലയും വിരിച്ച് ഒന്നും വേണ്ട. നമ്മൾ എത്രയോ തവണ ഓതിയ ഒരു ഹദീസാണ്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിന് സമയമായാൽ അവൻ നിൽക്കുന്ന സ്ഥലത്ത് നിസ്കരിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. അത്രയും ലളിതമാണ് ഇസ്ലാമിന്റെ നമസ്കാരം. എന്നാൽ നിർബന്ധമാണ്, കണിശമാണ്. ഉള്ള സ്ഥലത്ത് നമസ്കരിക്കാൻ ഒരു സ്ഥലം, അടുത്ത് പള്ളിയില്ലെങ്കിൽ, പള്ളിയുണ്ടെങ്കിൽ ആവശ്യമില്ല, പള്ളിയില്ലെങ്കിൽ അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് കുട്ടികളുടെ നമസ്കാരം മുടങ്ങുന്നുണ്ട്. ആ സമയമായതുകൊണ്ട് മാത്രം. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. തീർച്ചയായും നമസ്കാരം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമയബന്ധിതമായ ആരാധനയാണ്. സമയബന്ധിതമായ ആരാധനയാണ്. അതിനുവേണ്ടി ആ സമയബന്ധിതമായ ആരാധന ആ സമയത്ത് നിർവഹിക്കുവാൻ പരമാവധി ശ്രമങ്ങൾ നടത്തണം. കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ എത്രയോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലും കൂടുതലും മുസ്ലിം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. എത്ര മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ളുഹറിന്റെ സമയമായാൽ ഞങ്ങളുടെ കുട്ടിക്ക് ഒന്നുകിൽ അടുത്ത് പള്ളി ഉണ്ടെങ്കിൽ ഒന്ന് അയക്കാൻ, അതുമല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു സൗകര്യം നമ്മളത് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അവർ ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ന് അൽഹംദുലില്ലാഹ് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പല കുട്ടികളും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിന്റെ തെറ്റായ രീതികൾ അത് പൊതുവെ ഏത് കാര്യങ്ങളും ഒരു സമരത്തിന്റെ, പ്രതിഷേധത്തിന്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് ഒരു ക്യാമ്പസിന്റെ ഒരു പൊതുവായ സംസ്കാരമാണ്. അതൊരു ഇസ്ലാമിന്റെ സംസ്കാരമായി കൂട്ടിക്കെട്ടിയതിലാണ് പ്രശ്നം.
എന്ത് തന്നെയാണ് എങ്കിലും. അപ്പൊ നമ്മൾ വളരെ സമയബന്ധിതമായ ഈ ആരാധന നിർവഹിക്കുവാൻ എല്ലാ മഹല്ല് സംവിധാനങ്ങൾ, സ്കൂൾ കോളേജ് കുട്ടികൾക്ക് എത്രയോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും പരീക്ഷ നടക്കുമ്പോൾ പോലും അവര് വെള്ളിയാഴ്ച ജുമാ 2 മണിക്ക് 1:30 എക്സാം കഴിയുമെങ്കിൽ 2 മണിക്ക് കുട്ടികൾക്ക് ജുമാക്ക് പങ്കെടുക്കാൻ കഴിയും വിധം സമയം ക്രമീകരിക്കും. വിദ്യാർത്ഥികൾക്ക് കൂടെ പങ്കെടുക്കാൻ കഴിയും വിധം നമസ്കാരത്തിന്റെ സമയം ക്രമീകരിക്കും. ദുഹറിന്റെ സമയം, ദുഹറാണല്ലോ പലപ്പോഴും ചർച്ചയാകുന്നത്. മറ്റു നമസ്കാരങ്ങൾക്ക് ഈ പ്രശ്നമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഒരു സൗഹൃദാന്തരീക്ഷത്തെ തകർക്കാത്ത വിധം തീർച്ചയായിട്ടും നമ്മൾ ഇത് ആവശ്യപ്പെടേണ്ടത് തന്നെയാണ്. നിസ്കരിക്കുവാനുള്ള ഇടങ്ങൾ എന്നാണ് ഇത്തരണത്തിൽ പറയേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ വെറുപ്പിന്റെ ശക്തികളിൽ നിന്നും ഈ ഉമ്മത്തിനെ സംരക്ഷിക്കുമാറാകട്ടെ, കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ വെറുപ്പിന്റെ ക്യാമ്പയിനുകളെയും അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. സൈബർ ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി തന്നെ ആസൂത്രിതമായി ഓരോ സംഘങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജാഗ്രത പുലർത്തണം. തീർച്ചയായും നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ രാജ്യത്തിന്റെ, ഈ നാടിന്റെ സൗഹൃദാന്തരീക്ഷത്തെ തകർക്കുന്ന യാതൊരു തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൂടാ എന്നുള്ളത് ഇസ്ലാമിന്റെ പേരിൽ പരിശുദ്ധ ഖുർആനെ മുൻനിർത്തി, ഇസ്ലാമിക ചരിത്രങ്ങളെ മുൻനിർത്തി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.